ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ദീപാവലി മെസ്സേജസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. Six of Swords. Justice. Seven of Cups. Hermit. Queen of Swords. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. സിക്സ് ഓഫ് സോർഡ്സ്. ചിലർക്കിവിടെ ഒരു യാത്ര കാണുന്നുണ്ട്. കടൽ കടന്നൊരു യാത്രയാകാൻ സാധ്യത ഏറെയാണ്. എല്ലാവർക്കും കടൽ കടന്നുള്ള യാത്ര ആവണമെന്നില്ല, പക്ഷേ ഒരു യാത്രയുണ്ട്. പഠിക്കാൻ വേണ്ടിയോ ജോലി അന്വേഷിച്ചോ അങ്ങനെ എന്തോ. ചിലർക്കിവിടെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തെളിഞ്ഞ ഒരു സ്ഥലത്തേക്ക്, ഒരു ഹീലിങ്ങിലേക്ക്, കുറച്ചെങ്കിലും സമാധാനം ലഭിക്കുന്ന ഒരു യാത്രയുമാവാം. അതായത് ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രയോ, അത് ചിലപ്പോൾ വീട് മാറുന്നതോ, മടുപ്പിക്കുന്ന അല്ലെങ്കിൽ മുഷിപ്പിക്കുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് കടക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ആകാം. പിന്നെ ഒരു സാധ്യതയുള്ളത് കൂടെയുള്ളവരെ ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ചിലർക്കിതൊരു സ്പിരിച്വൽ ജേണിയുമാകാം. എന്തു തന്നെയായാലും മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒരു യാത്രയ്ക്ക് ഒരു തയ്യാറെടുപ്പ് ഇവിടെ സ്പഷ്ടമായുണ്ട്. നിങ്ങൾ പക്ഷെ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആരോ ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ആകാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരുന്നത്, അങ്ങനെ എന്തെങ്കിലും. ഇതാണ് നിങ്ങൾക്ക് ഈ ദീപാവലി പ്രമാണിച്ച് ലഭിച്ച ഓവറോൾ എനർജി. ഇനി നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് ജസ്റ്റിസ് എന്ന കാർഡ്. കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു നിങ്ങളെങ്കിൽ ആ ചികിത്സകളൊക്കെ ഫലിച്ചു തുടങ്ങുകയും ആരോഗ്യത്തിൽ പുരോഗമനം കണ്ടു തുടങ്ങുകയും ചെയ്യും. ഇംബാലൻസിലായിരുന്ന ചില കാര്യങ്ങൾ ബാലൻസിൽ വരികയും ചെയ്യും. എക്സാമ്പിൾ, ഹോർമോണൽ ഇംബാലൻസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിൽ ചില പോസിറ്റീവായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്രയും നാൾ കഴിച്ച മരുന്നുകൾക്കും ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾക്കും നല്ല റിസൾട്ട് കണ്ടു തുടങ്ങുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചുരുക്കം. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് സെവൻ ഓഫ് കപ്സ്. ദീപാവലി കഴിയുന്നതോടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിത്തുടങ്ങും. പുതിയ ജോലി ഓഫേഴ്സ്, ശമ്പള വർധനവ്, ട്രാൻസ്ഫർ തുടങ്ങി ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഓഫേഴ്സിൽ നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന ചില ഓഫേഴ്സും ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് യോജിച്ചത് കണ്ടുപിടിക്കുക എന്നൊരു ടാസ്ക് നിങ്ങൾക്കുണ്ടാകും. സ്വാഭാവികമായി ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. ഈ ഓഫേഴ്സിൽ പലതിനും പുറമേ കാണുന്ന മൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആഴത്തിലിറങ്ങി ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. അതിനാലാണ് നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു ടാസ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് ദ ഹെർമിറ്റ്. ചിലർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ വേർപിരിഞ്ഞ് കഴിയേണ്ടി വരും. ജോലി സംബന്ധമായോ മറ്റ് മാറി താമസിക്കേണ്ടി വരുന്നതുമാകാം.
ചിലർക്ക് അവർ അവരുടെ സോൾ പർപ്പസുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ഉദ്യമത്തിലായിരിക്കും. അതിനാൽ റിലേഷൻഷിപ്സിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരുന്നതുമാകാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ജേണിയിലാണ് നിങ്ങളെങ്കിൽ ആത്മീയ വളർച്ചയ്ക്കും ആന്തരിക ജ്ഞാനവും തേടുന്നതിനു വേണ്ടി താൽക്കാലികമായി പിരിഞ്ഞു കഴിയുന്നതുമാകാം. സിംഗിൾസിനാണെങ്കിൽ ആഴത്തിലുള്ള ബന്ധങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് സ്വയം മനസ്സിലാക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമായി ഇതിനെ കാണുക. ഈ സമയം നിങ്ങളുടെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്വഭാവത്തിന് മാച്ചായിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്വയം വ്യക്തത കൊണ്ടുവരാൻ ഈ ഒരു സമയം ഉപയോഗിക്കുക. ഈ കാർഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി സംബന്ധിച്ച് ലഭിച്ച കാർഡാണ്. വ്യക്തതയുള്ള കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയുക. സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്തുക. പറയേണ്ടത് പറയുക, പക്ഷേ സാഹചര്യം മനസ്സിലാക്കി മാത്രം പറയുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും സത്യം തിരിച്ചറിയുക. സത്യസന്ധതയോടെ നിങ്ങളിലെ സത്യത്തെ മുറുകെ പിടിക്കുക. സത്യസന്ധതയിലൂടെ വളർച്ച നേടാനാകുമെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സ്വന്തം സത്യത്തെ മറച്ചു വയ്ക്കാനുള്ള പ്രേരണ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ദീപാവലി മെസ്സേജസ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. താങ്ക് യു ഡിയേഴ്സ്.